ஆமாடி. இல்ல ஸ்டெப்ஸ் நானே கோரியோகிராஃப் பண்றேன். ஆமா, நீ இது மட்டும் பண்ணு. அங்க நல்ல டான்ஸ் விளையாடுறதுக்கு இன்ட்ரெஸ்ட் உள்ள பசங்கல்ல, அவங்க எல்லாம் தப்பி வை. இன்ட்ரெஸ்ட் மட்டும் இல்லை, ஸ்கில் கூட வேணும். அதுக்கு டைமிங், எக்ஸ்பிரஷன், மூமெண்ட்ஸ் இதெல்லாம் ஷார்ப்பாக ரிஜிடாக இருக்கணும். ஆமாம். இல்லை மியூசிக்கெல்லாம் நானே செட் பண்ணுறேன், எடிட்டெல்லாம் நானே பண்ணுறேன். நான் வந்ததுக்கப்புறம் டைம் ரொம்ப கம்மி, அதனால ரொம்ப ஃபாஸ்ட்டாக நமக்கு பண்ணணும். ஓகே. എന്തോന്ന് സ്റ്റെപ്പ് ചേച്ചി? എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചേച്ചിയാണോ ഡാൻസ് സെറ്റ് ചെയ്യുന്നത്? ആണെങ്കിൽ എന്താ ചിരിക്കണത്? ചേച്ചി അമ്മായിയും കൂടെ വിളിക്ക്. എന്തിന്? ഡാൻസ് ചെയ്യാൻ. ശരിയാണ്, വേണം. കാരണേ അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര കഴിവടാ. കഴിവ് മാത്രമല്ല, ഒടുക്കത്തെ ജാടയും. അപ്പൊ ഒന്ന് കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ഐറ്റൊക്കെ ഇറക്കണം. അമ്മായി വിളിക്കാം അല്ലേ? അമ്മായി, ശർക്കര ഗൗരി അമ്മായി. എന്താടേ കുത്തിരിക്കും കാര്യം പറ. ചേച്ചിയുടെ കോളേജിലെ ഡാൻസ്, അതുകൊണ്ട് കൊറിയോ സെറ്റ് ചെയ്ത് കൊടുക്കും. കൊറിയല്ല, ജപ്പാൻ. വേറെ പണിയില്ല ഇവിടെ, 100 വട്ടം കാര്യങ്ങൾ നടക്കണം ചെയ്യാൻ. എന്തോന്ന് ചെയ്തതാ? എനിക്കത് വയ്യ, ഞാൻ പോണു. ഇത് എന്തോ സൗണ്ട് കേട്ടത്? എന്താ പ്രശ്നം? ചേച്ചിയുടെ കോളേജിൽ ഡാൻസ്, അമ്മായിയെ വിളിച്ച് ഭയങ്കര ചാടാ. എന്തോന്ന് മക്കളെ, അവക്ക് വല്ല തിരക്ക് വല്ല ആയിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാലോ, നിങ്ങൾ ഡാൻസ് ചെയ്യാൻ. എന്ത് തിരക്ക ചിറ്റപ്പ? അതിനകത്ത് കയറി ഇരിക്കുക, കുഴപ്പത്തിരിക്കുന്ന ചേച്ചി വിളിച്ചോണ്ടിരിക്കുക, ടെക്സ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് മാത്രമാണ് പണി. ചിറ്റപ്പ, ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ എൻ്റെ അടുത്തൊന്ന് നേരെ ചോദിച്ച് സംസാരിക്കുക ചെയ്തിട്ടില്ല. അത് കറക്റ്റാ. ഇപ്പൊ അമ്മായി എൻ്റെ അടുത്തൊന്നും മിണ്ടിട്ട് പോലും ഇല്ല. അത് നമ്മളായതുകൊണ്ട്. ലച്ചു ചേച്ചി എന്തെങ്കിലും പറഞ്ഞ ആ സെക്കൻഡിൽ അമ്മായി റെഡിയാ. എന്ത് കാര്യം ആയിക്കോട്ടെ അപ്പൊ റെഡി. ലച്ചു ചേച്ചി അമ്മായി അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ലച്ചു ഡൺ. ഇതാണ് ലച്ചു സേ ഡൺ. എന്തും ഡൺ. അത് കൊള്ളാല്ല. என்ன இங்க பிரச்சனை? എന്റെ പ്രശ്നയില്ല. ശിവാവിടെ കോളേജില് ഡാൻസ് കളിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവള് ഗൗരിയെ വിളിച്ചു. ഗൗരി പോയില്ല, അതാണ് പ്രശ്നം. அதுக்கு என்ன, இங்க ஆடலாம்ல. ഇങ്ങ എവിടെ? இங்க நிறைய இடம் இருக்குல்ல. കനകാന്റി ചിറ്റപ്പൻ പറഞ്ഞ കേട്ടില്ലേ? ഇവിടെ അല്ല, ചെന്നൈയില്. சென்னையா? அதுக்கு என்ன, நீங்க 2 பேருமா சென்னைக்கு போங்க, 2 நாள் அங்க தங்குங்க, சூப்பரா என்ஜாய் பண்ணி வாங்க. ആര്, ഞാനും ഇവളോ? ஆமா. എന്റെ പൊന്ന ആന്റി, ചക്ക എന്ന് പറയുമ്പോ ചുക്ക് എന്ന് പറയല്ലേ? சக்கானா அம்மா சொல்ற சக்கா, சுக்குனா என்ன? എന്റെ ശിവനേ, എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. சிவா, நீ டான்ஸ் சொல்லி கொடு, நானும் ஆடுறேன். என்ன சொல்ற? ശിവ മോളെ, ഞാൻ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. പുറത്തെങ്ങാനും പോയി നിൽക്കാം, ഉചിതം. അതാണ് നല്ലത്. കൊഞ്ചം തള്ളുങ്കോ. കനകം, തൽക്കാലം ഒരു കാര്യം ചെയ്യാം, അടുക്കളയിൽ പോയി ഡാൻസ് ചെയ്യുക. അവിടെ ആവുമ്പം നിന്റെ ജോലിയും നടക്കും, ഡാൻസ് നടക്കും. എന്താ? நான் போவா? അങ്ങനെ ഇരുത്തിയാ ശരിയാകില്ലല്ലോ പാറു. എന്താ കൊച്ചെ, എന്താ കാര്യം പറ. അയ്യോ, ഇതാര്? ലച്ചു ചേച്ചിയോ? ഇതെപ്പ എത്തി? എന്ത് പറയാണ്ട് വന്നത്? ലച്ചു ചേച്ചി, ലച്ചു ചേച്ചി, അയ്യോ, ലച്ചു ചേച്ചി, ലച്ചു ചേച്ചി, ലച്ചു ചേച്ചി, ലച്ചു ചേച്ചി, லெச்சு வந்தா? എവിടെ? ലച്ചു. അയ്യോ, ഇപ്പൊ ലച്ചു എന്ന് പറഞ്ഞാൽ മാളത്തിന് പുറത്തിറങ്ങുമല്ലേ? അത്ര കൊതിയായിരിക്കുന്നു ലച്ചുവിനെ കാണാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങ് കുഴപ്പമുള്ളതോട്ട് ചെല്ല് കേട്ടാ. തിരിച്ചു ചെല്ല്, എന്തിനാ തിന്ന് ഇറങ്ങി വന്നേ? ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ചെല്ല് ചെല്ല്. ചെന്നൈന്ന് വണ്ടി വിളിച്ച് വന്നിരിക്കുകയാണ് ചൊറിയാൻ. എന്ത് പിടിക്കുന്നില്ലേ? ഇല്ല, ഇഷ്ടപ്പെടണില്ല. വേണ്ട 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 വേണ്ട. എന്റെ പൊന്നു മോളെ, ഒരാഴ്ച ഞാൻ അങ്ങ് പോവും. അത്രയും നേരം ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വരുന്നില്ല, ഇങ്ങോട്ട് സംസാരിക്കാൻ വരെയും വേണ്ട. ഞാൻ എന്റെ പണി നോക്കി പൊക്കോളാം. അതെന്തോന്ന് വർത്താനം ശിവ? ഞാൻ ഇങ്ങനെയാണ് വർത്താനം. അതെന്തോന്ന് വർത്താനം? ഞാൻ പറയണതിനെ കേട്ടൂടെ? നീ എന്താ ഒന്നും മിണ്ടാ നിക്കണേ? ശിവ, ശിവ, ഞാൻ പറയണതിന് കേട്ടൂടെ? എന്ന് ഞാൻ പറയണത് നിനക്ക് ഇഷ്ടപ്പെടണില്ലേ? എന്താണ് നിന്റെ പ്രശ്നം? എന്നെ ഇങ്ങ പ്രശ്നം. അയ്യോ കനകാന്റി,
വീട് കളിക്കുന്നോ? അമ്മുമ്മ നോക്കി ഞാൻ പിടിച്ച് എണ്ണയിപ്പിക്കേ. എന്നിട്ട് വേണം ഞാനോട് വീട് പറഞ്ഞു വീഴാന്. പൊടിയുമോ നീ എഴുതര്. ഓ അമ്മ അല്ല പറ്റിയാ? இல்லம்மா ஒன்றும் அம்மா தண்ணி கீழே கிடக்கிறத நான் பார்க்கவே இல்லைம்மா. நான் தடுக்கி விழுந்துட்டு இவங்க 2 பேரும் என்ன மைண்டே பண்ணலம்மா. രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അങ്ങ് പോകാം. വാ. അമ്മ ഇവളെന്റെ അടുത്ത് മിണ്ടൂലെന്ന് അമ്മ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ? അമ്മ ഞാൻ അവിടെ സീരിയസ് ആയിട്ട് ഒരു മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുമായിരുന്നു. അത് എന്താണെന്ന് ഞാൻ കറക്റ്റ് നോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൾ എന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ചത്. അപ്പൊ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞു. അതിനാണ് ഈ ഷോ കാണിക്കണത്. പിന്നെ ഈ സമയത്ത് ലച്ചു ചേച്ചി ആയിരുന്നു കുഴിപ്പുള്ളത്തേക്ക് പോകാൻ വിളിച്ചെന്ന് തുടങ്ങിയുണ്ടല്ലോ, ഇട്ട ഡ്രസ്സ് മാറേണ്ട അമ്മായി അപ്പ ഇറങ്ങിയേനെ. ഈ സമയത്തിന് കുഴിപ്പുള്ളത്ത് എത്തിയേനെ. എന്ത് അമ്മായി പലവരെയും പല കണ്ണോണ്ടാ കാണുന്നത്. പിന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞാ പിന്നെ ലോകത്തിനകത്ത് തിരക്കൊന്നും ഇല്ലല്ലോ അമ്മായിക്ക്. ഓ പിന്നെ എല്ലാരും ഞാൻ സെപ്പറേറ്റ് കണ്ണുണ്ടല്ലേ കാണുന്നത്. ഒന്ന് പോടെ. ദൈവ ചെയ്തതിനോട് സംസാരിക്കാൻ വരല്ലേ, ഞാൻ എന്റെ പാട്ട് നോക്കി പൊക്കോളാം. എന്തോന്ന് ശിവ ഇത്രയും നിസാര കാര്യത്തിന് ഈ ബഹളം ഉണ്ടാക്കണ? ഈ സ്വഭാവം നീ മാറ്റണം കേട്ടോ. ആദ്യം തന്നെ പലവരെയും പല കണ്ണോണ്ട് കാണുന്ന അമ്മായിയുടെ സ്വഭാവം അമ്മായി മാറ്റി, എന്നിട്ട് എന്റെ സ്വഭാവം മാറ്റി. ഇവിടെ എന്തോന്ന് ബഹളം? ശിവ വന്നവിടെ ബഹളമാണല്ലോ. എന്തോ ഞാൻ വന്ന ഇവിടെ ബഹളോ? കേട്ടല്ല, പറയുന്ന കേട്ടല്ല. ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആദ്യം ഓർക്കുന്ന ഈ സ്ത്രീയെ പറ്റിയാണ്. സ്ത്രീയാ? സ്ത്രീ അല്ലേ? ശിവ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റ്. കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് നെഞ്ചത്തേടിയും വിളി നീ തന്നെ ആയിരുന്നു. ഈ പ്രാവശ്യം അതന്നെ റിപ്പീറ്റ്. അമ്മായി അടുത്തുള്ള സ്നേഹം കൊണ്ടും ബഹുമാനവും വെച്ച് ഞാൻ പറയുവാണ്. അമ്മായി കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അഭിനയമാണ്. നല്ല 1-ാം തരം നാടകം. അമ്മായി ഭയങ്കര സെൽഫിഷാണ്. അമ്മായി ഒടുക്കത്തെ സെൽഫിഷ്. അമ്മായിയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടി എല്ലാവരെയും കൂടെ കൂട്ടി നിൽക്കും, ചിരിച്ചു കാണിക്കും. അമ്മായിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ പിന്നെ അമ്മായി തിരിഞ്ഞു നോക്കൂല. എന്തെങ്കിലും കാണിച്ചോ? ഇവിടെ പോണ് ഇങ്ങനെ ചൊറഞ്ഞ വർത്താനം പറഞ്ഞിട്ട്. നീ എന്തോന്ന് പറഞ്ഞേ? കയ്യിന്നോട്ടെ. ഞാൻ കാണിക്കണ അഭിനയം എന്നാ? ഞാൻ സെൽഫിഷ് ആണെന്നാ? നാടകമാണെന്നാ? എന്തോന്ന് പറഞ്ഞ ശിവ നീ? എനിക്ക് നോവെന്ന് കയ്യിന്നോട്ടെ. നോന്നെന്നാ പറഞ്ഞത് ക്ലിയർ ആക്കിയിട്ട് നീ പോയാ മതി. അടുക്കളയിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ അത് അടിയിലേ തീരൂ. സൗകര്യമില്ല. നിങ്ങൾ എന്തോന്ന് കാണിക്കണത്? ഇവിടെ മാമി നിൽക്കണു, ഞാൻ നിൽക്കണു, അതൊന്നും മനസ്സിലാക്കാതെ എന്തോന്ന് സംസാരിച്ചു പോണത്? സദാസമയം ചക്കര അടയുമ്പോൾ ഒട്ടി ഇരിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അടിയാവുക. ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞു. കൂടുതൽ പോരുകൾ കാണിക്കല്ലേട്ടാ. ഡേ ശിവ, നിനക്ക് എന്താണ് പ്രശ്നം? നീ അടുക്കള ഇറങ്ങി പോയാൽ അങ്ങോട്ട്. ഞാൻ അറിയത്തിന് ചോദിക്കുകയാണ്, നീ ഈടായിട്ട് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ മൊത്തം ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുകയാണല്ലോ. എന്തിനാ എൻ്റെ കുഴപ്പം? ഞാൻ ശ്രദ്ധിക്കണില്ലെന്ന് നീ വിചാരിക്കില്ല കേട്ടാ. നോക്കിയോ, ദിവസം കാല് മടക്കി അടി, ഇപ്പുറത്തെ കാലായാലും മടക്കി അടിക്കും ഞാൻ. കേശുവേ, നിന്റെ സ്വഭാവ സവിശേഷ ഗുണങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ വായ നീയായിട്ട് തുറപ്പിക്കരുത് കേട്ടാ. നീ തന്നെ പറയണം കേട്ടാ. നീ വരുവാടാ, ഞാൻ തരുന്നുണ്ട് നിനക്ക്. பாவம், நம்ம இப்படியெல்லாம் சொல்லக்கூடாது. அவ சென்னையிலேருந்து ரொம்ப சந்தோஷமா வந்தா, இப்ப வருத்தமா போயிருக்கா. கஷ்டமா இருக்கு எனக்கு. ഞാൻ പറഞ്ഞില്ലേ പോവാൻ വേണ്ടി പാക്ക് ചെയ്യൂ. ഡേ ശിവ, നീ പോണോ? പിന്നല്ല, പിന്നെ നീ പാക്ക് ചെയ്യണതിന്? നീ പോവാൻ വേണ്ടിയല്ലേ പാക്ക് ചെയ്യണത്? നീ ബാഗ് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേ. ഞാനവിടെ പോവാനാ? നീ ചെന്നൈക്ക് പോവാൻ വേണ്ടി എന്തോന്നാ ശിവ ഇത്? ഇത്ര ഓവറാക്കണോ കേശുവേ? അതിന് മാത്രമൊക്കെ ഉണ്ടോ? ഞാൻ ചുമ്മാ ഒന്ന് തട്ടിയുള്ള അമ്മ, അതിനാണ് ഇത്രയും കിടന്ന് മറിഞ്ഞു വീണ് ഉരുണ്ട് താഴെ. ചെന്നൈക്ക് പോയതിനു ശേഷം ചേച്ചിക്ക് ഭയങ്കര ശക്തിയാ. ശക്തിയല്ല, ചെന്നൈക്ക് പോയതിനു ശേഷം കുറച്ച് അഹങ്കാരമാണ് കൂടിയിട്ടുള്ളത്. നമുക്ക് പിന്നെ ഇപ്പോഴാണ് അഹങ്കാരം വന്നെന്നെങ്കിലും പറയാം. ഇവിടെ വേറെ ചിലർക്ക് കേറി വന്ന സമയം തൊട്ടേ അഹങ്കാരമാണ്. എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ഭാവമൊക്കെ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതെന്താന്നറിയോ മോളെ, മോക്ക് ദേഷ്യം വന്നാലേ എന്നോടാണെങ്കിലും ഒറ്റ പറയത്തില്ലയോ? പിന്നെ വേറെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാതെ മോക്ക് സമാധാനം വരുവോ? അതുകൊണ്ടാ പിള്ളേർ ഇങ്ങനെയൊക്കെ പറയുന്നേ. അപ്പൊ ഇവള് മാത്രമല്ല, എല്ലാരും പറയണുണ്ടല്ലേ? ഇപ്പൊ എന്തിനാണ് പ്രശ്നം? ഞാൻ അറിയാത്തന്നെ ചോദിക്കല്ലേ, ചുമ്മാ 1-2 പ്രശ്നം ഉണ്ടാക്കണ എന്തിന്? പറയാം. ഇവിടുത്തെ പ്രശ്നം പന്തിയിൽ പക്ഷം. ചിലവർക്ക് ചിലവരുടെ അടുത്ത് ഭയങ്കര സ്നേഹം,
ചിലവരെടുത്ത കണ്ണെടുത്താ കണ്ടുകൂടാ. അമ്മ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇതിനിപ്പോ ഞാൻ എന്താ പറയാനാ മോളെ? മോക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലല്ലോ. അതെന്താണെന്നറിയോ, അമ്മായിക്ക് ലജ്ജിച്ചല്ലേ ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞ് കേശോട്ടെ. ശിവാൻ ചേച്ചി ഒട്ടും ഇഷ്ടമല്ല. എടാ നിന്റെ അടുത്ത് ഇത് ആരിതൊക്കെ പറയണേ? ആരെങ്കിലും പറയണോ? ശിവാൻ ചേച്ചിയുടെ അത്രയും പോലും സ്നേഹം എൻ്റെ അടുത്തില്ല. നോക്കമ്മ ഈ പറയണേ. ഞാൻ എന്ത് പറയാനാ? നിനക്ക് എന്നോട് പോലും സ്നേഹമില്ല. ഇതെന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കൂലേ? നിൽക്കൂല. ലജ്ജു ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ചെറുതായി പോയി, അല്ലെങ്കിൽ ഞാൻ വല്ല വിളിച്ച് പറഞ്ഞേനെ. വിളിച്ചു പറയുമല്ലോ, എന്നെ ഇഷ്ടമല്ലല്ലോ. എന്തൊരു കഷ്ടമാണത്. ഇഷ്ടം ഇഷ്ടം ഇഷ്ടം. എന്താണ് നിങ്ങൾക്കൊക്കെ പ്രശ്നം? இங்க ஒருத்தி விழுந்து எழுந்திருச்சு ஒருத்தருமே கண்டுக்கவே இல்லை. ചേച്ചി നിങ്ങൾ ഇറങ്ങി പോയാണ്. ഞാൻ വല്ലതും വിളിച്ച് പറയുവേ. கௌரி நீ என்ன போ சொல்றியா? എന്റെ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞ അല്ല. எனக்கு தெரியும் உனக்கு என்ன பிடிக்கவே பிடிக்காது, அதனால தான் நீ சொல்ற. ഓ ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്. ഇതെന്താണ് എല്ലാവർക്കും എന്ത് കുഴപ്പം നിങ്ങൾക്കിത്? எனக்கு புரியுது, அதுதான் நீ சொல்லாம சொல்லிட்ட என்ன பிடிக்காதுன்னு. நான் போறேன். എവിടെ പോണ്? കൂടുതൽ ഷോ കാണിക്കല്ലേ ചേച്ചി. ഒന്നാമത് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. கையபடி எனக்கு வலிக்குது. കൂടുതൽ ഷോ ഒന്നും കാണിക്കണ്ട. അത്ര വേദനയൊന്നും ഇല്ല. எனக்கு வலிக்குது கௌரி, விடு கௌரி, விட மாட்டேன். எனக்கு வலிக்குது கௌரி. எனக்கு உனக்கு என்ன பிடிக்காதானே, விடு. ആ എനിക്ക് ആരെ ഇഷ്ടമല്ല. ശരിയാണ്, എനിക്ക് ആരെ ഇഷ്ടമല്ല. അമ്മായി ആള് ആകെ മാറി കേട്ടാ. എല്ലാരും സൂക്ഷിച്ചോ. ഈ ശിവ ഇവിടെ വന്ന് ഇവിടെ ഉള്ള എല്ലാ സമാധാനം പോവും. ഞാൻ വന്ന സമാധാനം പോവോ? ആ, പോ. ഞാൻ വന്ന സമാധാനം പോവോ? പോ. തന്നെ ഞാൻ ആ. വന്ന ഇവിടെ സമാധാനം പോവോ? ആ, നിങ്ങൾ പോ. സമാധാനം മുഴുവൻ പോട്ടെ. പോ. ഞാൻ വരണ്ടായിരുന്നിട്ട് പൊന്നി. ആ, അങ്ങനെ അടിച്ചാ വേല എടുക്കൂല. ഇങ്ങനെ എന്താ ഇത്? ഹായ് അമ്മൂമ്മേ. ശാരദാമ്മ. ശാരദ ചേച്ചി എന്താ ശിവാനിയുടെ മുഖം ഒരു കടന്നൽ കുത്തിണക്കിരിക്കുന്ന? അത് ചെന്നൈന്ന് വന്ന ഇങ്ങനെ തന്നെ. ഉമ്മ നിക്കണ, ഞാൻ വെല്ലം വിളിച്ച് പറയും ഞാൻ കേട്ടാ. എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ വരെ വരെ ഒന്നിനും അനുസരണ ഇല്ലെന്നേ. ഒച്ചപ്പാടും ബഹളവും ഒന്നും പറയണ്ട. ഓ എന്തായാലും നിന്റെ അത്ര ഒച്ചപ്പാടും ബഹളവും ഒന്നും ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അതെനിക്ക് നല്ല ഉറപ്പാ. അത് കറക്റ്റ്. ചക്കരെ ചേച്ചി വാ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. വാ എല്ലാരും വാ. പറഞ്ഞ അമ്മൂമ്മ വാ എന്നിട്ട് വാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞേ, ചേച്ചിയെ കണ്ടിട്ട് ഇപ്പൊ ഒത്തിരി നാളായില്ലയോ? എത്ര ദിവസമായി കണ്ടിട്ട്? പിന്നെ എനിക്ക് ഇവളെ കാണാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല സുരേന്ദ്രൻ പോയിട്ട് കണ്ടില്ലല്ലോ? അതൊന്നും പറയണ്ട. ഇവിടുത്തെ ബഹളം കണ്ടോണ്ടേ അവൻ പറഞ്ഞു ഞാൻ ജംഗ്ഷനിൽ വരെ പോയിട്ട് വരട്ടെന്നും പറഞ്ഞോണ്ട് പോയതാ. കേശേട്ടൻ വിളിച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ വരുമെന്നാ പറഞ്ഞേ. അവൻ അവിടെ ചെല്ലാത്ത കൊണ്ട് അവള് അഞ്ചു ഭയങ്കര കലിപ്പില്ല. അത് പിന്നെ അവിടെ ചെന്നാലും കളിപ്പില്ലല്ലേ. പാറുവേ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. സോറി അമ്മ. இல்ல இல்ல, நான் அதுக்கும் வருதில்ல. நான் சொன்னேன்ல எனக்கு இன்ட்ரெஸ்ட் இல்ல, அதனால தான். யாரு? என்னோட அம்மாஹியா? நீ என்ன ஜோக் பண்றியா? ஐயோ அவங்க எல்லாம் பெரிய ஆளுங்க. ஆமா ரொம்ப ஜாட. நமக்கு ஒன்றும் டான்ஸ் சொல்லி கொடுக்காதுல்ல. ஆமா பின்ன பின்ன அவங்க வந்து மைக்கேல் ஜாக்சனோட க்ளோஸ் ரிலேட்டிவ்டா. ஆமா இது அம்மா ஐயா மைக்கேல் ஜாக்சனோட குஞ்சமேட மோளா அப்படி இருந்தோ ஒரு ரிலேஷனா. நான் சொல்லித்தரேன். அது வந்து இந்த மைக்கேൽ ജാക്സനോட കുഞ്ഞമ്മയുടെ വല്യമ്മയുടെ മൂത്ത ചേട്ടൻ്റെ മോള് ഷാർക്കിനാണ് കല്യാണം കഴിച്ചേക്കുന്നത്. സമാധാനമായി അറിഞ്ഞപ്പാ ഒതുവാ. ആ ഫോണ് വൈ പോ. ബന്ധം പറയാനിട്ടാണ്. എന്തോ പറഞ്ഞ? മൈക്കൽ ജാക്സന്റെ ബന്ധുന്നാ? മൈക്കൽ ജാക്സൺ മാത്രമല്ല, ബ്രൂസ്ലിയും ജാക്കി ചാനും ഒക്കെ എന്റെ ബന്ധുവാണ്. അമ്മ ഇവിടെ നിക്കണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞേനെ. എന്താ ഇവിടെ പ്രശ്നം? ഞാൻ മന്ദപ്പോലെ കാണുന്നതാണല്ലോ. ഗൗരി മോളെ ശിവാനി, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. ഇതിപ്പോ എന്ത് പറ്റി? രണ്ടുപേരും കൂടെ കീരിയും പാമ്പും എപ്പോഴും. ഇതെന്താ ഇത്? അമ്മായിക്ക് ശിവാൻ ചേച്ചി ഇഷ്ടമല്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. ഒരു വീക്ക് ഞാൻ വച്ചുതരും. അടിസ്ഥാനം നിലത്ത് കിടക്കും. എന്ത് അവള് പറയില്ലെന്ന് തെറ്റ്? എന്തോ പ്രശ്നം? അമ്മായി ഉണ്ടല്ലോ. നേറ്റിങ്ങനെ അമ്മ ഇവിടെ ഇരിക്കണ്, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറയും. അയ്യോ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പറയാമെന്നും ഇരിക്കണ്ട. പറഞ്ഞോ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് എനിക്കും കൂടെ അറിയാമല്ലോ. ഏയ് നിങ്ങൾക്കൊക്കെ എന്തിനാണ് പ്രശ്നം? ഞാൻ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്.
ചുമ്മാ ഒരു കാര്യമില്ല, ഡാൻസ് പാട്ടെന്ന് പറഞ്ഞാൽ തുടങ്ങിക്കോളും. ബാക്കിയുള്ളവനെ കിടക്കപ്പുറത്ത് തരുന്നില്ല. ഇവിടെ ഒന്നാമത് വയ്യാത്ത കാര്യം കൊണ്ട് ഞൊണ്ടിയാണ് അങ്ങോട്ട് കൊണ്ട് നടക്കണത്. നിനക്ക് എന്ത് പ്രശ്നം? നിനക്ക് ഇവിടെ കിടക്കപ്പുറത്ത് കിട്ടുന്നില്ലേ? നിന്റെ മറ്റേ അവളുണ്ടല്ലോ മെർലിൻ, അവൾ ഇവിടെ വന്ന് ഒച്ചയും ബഹളവും വെച്ച അവസാനം ഇല്ലേ കാരക്കലം അവളെ പിടിച്ച് ഏറെ കയറ്റി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലോ. നിന്റെ എന്തോ പറഞ്ഞേ? കാരക്കലമ്മയെന്നാ? അമ്മ പറയണ കേട്ടാ? ഇവിടെ കാരക്കലമ്മയെന്ന് പറയണ്. എന്ത് അർത്ഥത്തിൽ, എന്ത് അടിസ്ഥാനത്തിലാണ് നീ ഇതൊക്കെ പറയണ? മോളെ, നീ പേടിക്കണ്ട. പറയുപറ്റ പന്തരികുലത്തിലെ ഏക സ്ത്രീയാണ് കാരക്കലമ്മ. എന്നിട്ട് അതായത് തമിഴകത്തെ പ്രശസ്തമായ നയനാർ പരമ്പരയിലെ കണ്ണിയെ കേരളത്തിലെ ഐതിഹ്യ കഥയിൽ ഉൾപ്പെടുത്തി എന്നൊരു പക്ഷം പറയുന്നുണ്ട്. அப்படின்னா அம்மா அவர் என்ன தமிழ்நாட்டுக்காரியா? அவர் எந்த ஊரு? நான் வந்து மதுரை. അവര് വന്ന ആന്ധ്രാപ്രദേശ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. തമിഴ് തെലുങ്കാണ് പ്രശ്നം. വിഷയത്തിൽ തന്നെ പറഞ്ഞേ. നന്നായിട്ട് കഥ കേട്ട് വരുമായിരുന്നു, പൊളിച്ച്. എന്തിനാണാവോ കഥ കേട്ടിട്ട്? രാത്രി നടന്ന് നിലവിളിക്കാനല്ലേ സ്വപ്നം കണ്ടിട്ട്? ആ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോരാ, കളയങ്കാട് നീലിയുടെ സ്വപ്നത്തിലെ അമ്മായി വേണമായിരുന്നു. അമ്മായി അവിടെ പോയി. നോക്ക്, ഞാൻ വല്ലതും പറഞ്ഞോണ്ടല്ലോ. സ്വപ്നത്തിൽ അമ്മായി യക്ഷയായിരുന്നെങ്കിലേ വൈബായനെ. എന്താ ചിരിക്കണം എല്ലാവരും? അപ്പൊ ഞാൻ യക്ഷി എന്നാണ് നിങ്ങൾ പറഞ്ഞല്ലേ? ഞാൻ യക്ഷിയാണല്ലേ? ഞാൻ യക്ഷിയാണല്ലേ? ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ ചോര കുടിക്കും എല്ലാത്തിന്റെ. ആ ചേച്ചിയെ, ഞാൻ ഇപ്പഴാ ഒരു കാര്യം ഓർത്തെ. നമ്മുടെ പടവലം വീടിന്റെ അടുത്തുള്ള എലഞ്ഞിത്തറയിലെ കൊച്ചമ്മണി ഇല്ലേ? നമ്മുടെ ആ കൊച്ചമ്മണി, കൊച്ചമണി അമ്പലത്തിൽ പോയപ്പോ കണ്ട ആ കൊച്ചമ്മണിയെ, ആ കൊച്ചമ്മണി കഴിഞ്ഞ ദിവസം എന്നോട് പറയുവാന്നേ, എന്റെ മരുമോള് ഗൗരിയെ കാണാന് എന്തൊരു ഭംഗിയാ, എന്തൊരു ശാലീന സൗന്ദര്യമാ, ആരോടെങ്കിലും ഒക്കെ കണ്ടാൽ എന്തൊരു സ്നേഹത്തോടാ പെരുമാറുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ട് അമ്പലത്തിൽ പോയപ്പോ ഇവള് സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരിയായി പോയെന്ന്. നല്ല ചന്ദനക്കുറിയൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടാലുണ്ടല്ലോ ദേവതയെ പോലെ തോന്നുവന്നു. ഈശ്വരാ, ആന്തമ്മ ഒരു ഈശ്വര വിളി. എനിക്ക് അടക്കം ഒതുക്കോ ഇല്ലേ? എന്താ ഞാൻ സുന്ദരിയല്ലേ? എന്തോ സംസാരം അമ്മ ഇത്? ரொம்ப அடக்கம் ஒதுக்கமான பொண்ணு. എന്തോന്ന് ചിരിയാണ് ഇത്? ചേച്ചി ഒന്ന് നടത്തിയ വൃത്തിയുടെ ചിരി. ദേഷ്യം പറഞ്ഞേ. എന്തായാലും ഞാൻ വന്ന സമയം കൊള്ളാം. സമയത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ചിലവർ വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൊറേ ഹാർട്ടൊക്കെ ഉണ്ടല്ലേ. അതേ, ഇത് വേറെ ആരും അല്ല എന്റെ പൊന്നേ, എന്റെ ഫ്രണ്ട് റിയാണ്. കണ്ടാ? RIYA എന്റെ ഒപ്പം കോളേജിൽ പഠിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പൊളിക്കൂലേ? ഇനോഗ്രേഷൻ ഉടനെ കാണും. സെലിബ്രിറ്റി വിളിക്കണം. ആര്? ഷാറുഖ് ഖാനാ? ഷാറുഖ് ഖാൻ വേണ്ടടാ, നമുക്ക് ടോം ക്രൂസിനെ വിളിക്കാം. ബന്ധോന്നാ? എടാ, കഴിഞ്ഞ ആഴ്ച കൂടെ വിളിച്ചു ചോദിച്ചേ ഉള്ളൂ എന്ന് റെസ്റ്റോറന്റ് തുടങ്ങുന്നു. പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ്? പിന്നെ ഡാൻസ് പാട്ടൊക്കെ ഉറപ്പായിട്ടും വേണം. ഡാൻസ് എന്തായാലും വേണം. ഇവിടെ ചിലരൊക്കെ അവസരം നോക്കിയിരിക്കുകയാണ് ഡാൻസ് കളിക്കാൻ. ഞാൻ വിളിക്കാം. ശരി. അമ്മായി, നമുക്ക് ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിനെ ഫസലിനെ വിളിക്കാം, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ വിളിക്കാം. ദുൽഖർ സൽമാൻ ആണെങ്കിലേ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. കൂടെ കളിക്കാനായിട്ട് ആൾക്കാര് വേണ്ടേ? സാരമില്ല, ഇവിടെ പിന്നെ ഒരു മഹതിയായിട്ടുള്ള നർത്തകി ഉണ്ടല്ലോ. നിന്നെ ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാതെ ചൊറിയാൻ നിൽക്കല്ലേ ശിവ. അമ്മായി ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാ ഞാൻ അങ്ങോട്ട് കയറി മാന്തും കേട്ടോ. റൂട്ട് മാറിപ്പോയി. നീ എന്തോ പറഞ്ഞ? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ നിന്റെ ആരാണ്? അമ്മായി കിടത്തത്തില്ലല്ലോ. കുറച്ച് ഫ്രണ്ട്ലിയായിട്ട് പെരുമാറുമ്പോ തലേ കയറി കളിക്കണേ. നീ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ അവര് വകവയ്ക്കത്തില്ല നിന്നെ. ഇനി മേലെ ഇങ്ങനെ ഉണ്ടായ എന്റെ സ്വഭാവം അറിയും രണ്ടുപേരും, പറഞ്ഞേക്കാം. പിന്നെ എന്തോന്നമ്മ, ഞാൻ അവരെങ്ങനെ സ്നേഹിക്കണെന്ന് അറിയാമോ? അമ്മായി സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അമ്മായി ആദ്യം വന്നപ്പോ എന്നെ തറയെ വെക്കത്തില്ലായിരുന്നു. ഇപ്പോഴോ എന്നെ തറയെ നിർത്തത്തില്ല, ഫുൾ ടൈം എയറില്ല.
എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ അമ്മുമ്മ വന്ന സമയത്തൊക്കെ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങ് മാറി. നമ്മളെ കാണണ്ട, സംസാരിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് ചെന്നൈയിൽ നിന്ന് വരുന്നത് എന്തോ ഇഷ്ടമല്ലാത്ത പോലെ. നമ്മളാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് അമ്മായി അങ്ങനെ അമ്മായി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തലയെ വെച്ചുകൊണ്ട് നടക്കും. നമ്മളെ വിധി. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്ത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? തെറ്റാണോ? നീ പറഞ്ഞത് അങ്ങനെ മറ്റേ അങ്ങനെ പറയുമ്പോഴേ നീ പറഞ്ഞത് തന്നെ ശരിയെന്ന് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. കാരണം അമ്മ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം പക്ഷെ എന്തോ ഒരു സ്നേഹം ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഇതുണ്ടല്ലോ. നിർത്തടാ കേശു, നീ പറയാനുള്ളെല്ലാം പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉരുളണ്ട കേട്ടാ. അതെ, നീ അങ്ങനെ പിള്ളേരെ വരട്ടാനൊന്നും നോക്കണ്ട. പറയാനാണെങ്കിൽ എനിക്കും പറയാനുണ്ട്. നീ ഇപ്പൊ എത്ര നാളായി പടവലത്തോട്ട് വന്നിട്ട്? നേരത്തെ അങ്ങനെ ആയിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് അവള് പടവലത്ത് വരുമായിരുന്നു. വന്നാലോ എൻ്റെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും മാറത്തില്ല. വീട്ടുവിശേഷവും നാട്ടുവിശേഷവും എല്ലാം അറിയണമായിരുന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും അവളുടെ അടുത്തോട്ട് പറയാൻ ചെന്നാൽ അവക്ക് കേൾക്കണ്ട. മോളെ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല. വാനി, നമ്മളിനി എത്ര നാൾ ജീവിച്ചിരിക്കാനാ? അവർ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകത്തുമില്ല. നമ്മൾ പറഞ്ഞാവട്ടെ അവർ കേൾക്കത്തുമില്ല. അവരെന്തുവാന്ന് വെച്ചാൽ കാണിക്കട്ടെ. அம்மா அப்படியானா எனக்கும் சொல்றதுக்கு இருக்கு. முன்னாடியெல்லாம் நான் இங்கே வந்தப்போ கௌரி வந்து கனகம் சேச்சி சொல்லி பின்னாடியே வருவாங்க, என்னை நல்லா பார்த்துப்பாங்க. ஆனால் இப்போ என்னை கண்டுக்கவே மாட்டேங்கிறாங்க. நான் ஹோட்டல் வேலைக்கு தானே வந்திருக்கேன், அதனால இவ்வளோ கிடைச்சதே பெரிய விஷயம். കനകേച്ചി, ചേച്ചി ഇത് എന്തോന്നാണ് പറയണേ? ഞാൻ ചേച്ചി എൻ്റെ ജോലിക്കാരിയായിട്ടാ കാണുന്നത്. ആണാ? ശരിയാണ്, എല്ലാരും പറഞ്ഞത് ശരിയാണ്. എനിക്ക് നിങ്ങളുടെ ആരുടെ സ്നേഹമില്ലല്ലോ. എന്റെ സ്നേഹമൊക്കെ അപരിയമാണല്ലോ. നീ പറഞ്ഞ പോലെ ഞാൻ സെൽഫിഷ് ആണല്ലോ. എനിക്ക് എന്റെ അച്ഛനോ അമ്മയോ ഒന്നും അടുത്തില്ല. അപ്പൊ എനിക്ക് എന്റെ കുടുംബം നിങ്ങളാണ്. അപ്പൊ നിങ്ങളടുത്ത് സംസാരിക്കാം, ഇവരെയൊക്കെ വഴക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഓരോന്നും സംസാരിക്കണം. അപ്പൊ അത് ചെയ്യണം കുറ്റം. ഞാനടുത്തൊന്നും പറയണില്ല. ഇവിടുന്ന് പോണെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. മോള് കരയാതെ. മോള് കരയാൻ വേണ്ടി പറഞ്ഞല്ലോ. கௌரி, நான் உன்னை அழ வைக்கணும்னு சொல்லி ஒன்றும் சொல்லல கௌரி. தெரியாம வந்தது கௌரி. சாரி கௌரி. കനകാന്റിയുടെ കരച്ചിലിനേക്കാളും നല്ല കരച്ചിലേ അമ്മായിയുടെ ആയിരുന്നു. മുമ്മ ഒന്നും ആർക്കേ എന്താണ്? നീ എന്ത് കരയേ? ഞങ്ങളുടെ ഗൗരിയമ്മായി കരയേ. ഞങ്ങളുടെ ഗൗരിയമ്മയ്ക്ക് ഞങ്ങളെ ചീത്ത പറയാനും തല്ലാനും ഒക്കെ ഉള്ള അവകാശം ഇല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടാ. കേട്ടാ, ഞങ്ങളുടെ കൊച്ചിന്റെ സ്നേഹാഭിനയം ഒന്നല്ലേ, ഞങ്ങളുടെ കൊച്ചു മുത്തല്ലേ. പറയടേ അല്ലേ? പിന്നല്ല, നമ്മുടെ ചിങ്ക കുട്ടിയല്ലയോ? അല്ലേ? ഞങ്ങളുടെ ബ്രൂസ്ലി അല്ലേ? അല്ലേ? ഞങ്ങളുടെ മൈക്കിൾ ജാക്സന്റെ അമ്മായി അല്ലേ? 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 ശർക്കര ഗൗരി അല്ലേ? തന്നെ തീർന്നാ? എന്തുവായിരുന്നു കരഞ്ഞങ്ങ്. മാഡത്തിനെന്തോ ഡാൻസ് ഒക്കെ പഠിക്കണം. എന്ത് ചെയ്യാനാ, മാഡം ബിസി അല്ലേ? ശാഖരന്നല്ല, നീ പറ. തന്നെ നടക്കുവോ? നമ്മളൊക്കെ പഠിപ്പിക്കോ? പഠിപ്പിക്കാം. കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജലമ പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി, കണ്ണു ജല ജലകി പോട്ടി. മലകിലെ തയ്ക്കാൻ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ, കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ. പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മണന്തേ, കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ. ിന്തോ
കണ്ടം പൂട്ടടി പൂഞ്ചോലെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.